വീഡിയോ. അപ്പൊ ഇന്നത്തെ നമ്മൾ വേറൊരു കളറുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇന്നത്തെ കളർ ഏതാണ്? ഗ്രീൻ. ഇന്നത്തെ കളർ ഏതാണ്? ഗ്രീൻ. ഏതാണ്? ഗ്രീൻ. അപ്പൊ ഗ്രീൻ കളറിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മളിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് ഐറ്റംസ് നമുക്ക് കിച്ചണിൽ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചു വെച്ച ഐറ്റംസ്. ബിസ്ക്കറ്റ് ഉണ്ട്, റൈസ് ഉണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് കിച്ചണിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മള് ഗ്രീൻ കളറുള്ള ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് നമ്മൾ ഗ്രീൻ കളർ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഇത് നമ്മളെ പാലക്ക് നമ്മൾ വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഗ്രീൻ കളറിൽ ആക്കാൻ പോകുന്നത്. അപ്പോ ഇടിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഗ്രീൻ കളർ ആക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് കാണാം. നമ്മുടെ ഇടിയപ്പം റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ അത് വെറുതെ ഉണ്ടാക്കി കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ, അത് പറഞ്ഞിട്ടാണ് ഞാൻ റെസിപ്പി ഒന്നും കാണിക്കാതിരുന്നത്. അപ്പൊ കണ്ടില്ലേ, നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. ഇനിയിപ്പോ ടേസ്റ്റ് എങ്ങനെയാണെന്നും കൂടി നോക്കണം. അതിനു വേണ്ടി നമ്മള് സൈഡ് ഡിഷായിട്ട് ലൈറ്റ് ഗ്രീനിന്റെ കോക്കനട്ടിന്റെ ചട്നിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഡ്രിങ്ക് ആയിട്ട് ഇത് നമ്മള് മിന്റ് ലീവ്സും ലെമണും കൂടി ഇട്ടിട്ടുള്ള ലെമൺ ജ്യൂസാണ് ഡ്രിങ്ക് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ ചെയ്യണോ അതോ നിങ്ങൾ ചെയ്യണോ? നിങ്ങളോ? ഫസ്റ്റ് ഞാനാണ് ടേസ്റ്റർ. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ കുഴിച്ച കുഴിയിൽ സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. പാലക്ക് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇത് ഉണ്ടാക്കിയത്. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് കുട്ടികൾക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. കുട്ടാപ്പി നോ ലഞ്ചിന് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ലഞ്ചിനാണ് അല്ലേ? ലഞ്ചിന് ഓക്കെ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 11 o'clock ഒക്കെ ആയപ്പോ ചെറുങ്ങനെ വിശപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പൊ നമ്മള് ഗ്രീൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് ഈ ഗുവ. ബാക്കി എല്ലാത്തിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഗുവയാണ്. അപ്പൊ ഗുവ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ ഗ്രീൻ ഗ്രേപ്പ് ഉണ്ട്. ലഞ്ചിന്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ലെമൺ റൈസ് ആണ്. ലെമൺ റൈസിൽ നമ്മൾ പാലക്ക് പ്യൂരിയും കൂടി ചേർത്താൽ എങ്ങനെ ഉണ്ടാവും അതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ. അതായത് ലെമൺ പാലക്ക് റൈസും പിന്നെ നമ്മുടെ ഉലുവന്റെ ഇല, മേത്തി ഇല ഉപ്പേരിയും, പിന്നെ നമ്മള് ചെറുപയർ ഉപ്പേരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കാം. ആദ്യം ആരാ കഴിക്കുന്നത്? ലെമൺ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മേത്തിന്റെ ഉപ്പേരി ഉണ്ടല്ലോ, അത് കുറച്ചൊരു കയ്പുണ്ട്. അപ്പൊ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ചെറുപയർ ഉപ്പേരി ആസ് യൂഷ്വൽ നല്ല ടേസ്റ്റുള്ള ഉപ്പേരി തന്നെയാണ് കേട്ടോ. അപ്പോൾ
ഈ ലഞ്ച് ഞങ്ങൾ വേഗം കഴിച്ചു തീർക്കട്ടെ, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നൈറ്റ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇടിവെട്ട ഐറ്റമായിട്ട് നമ്മൾ നൈറ്റ് വരും. ഈവനിങ് ടൈം ആയിട്ടുണ്ട്. ഈവനിങ് ടൈമിൽ നമ്മൾ ഡ്രിങ്ക് ആയിട്ട് കിവിന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ റൈസ് ഉണ്ട്, കുർക്കുറെ പോപ്കോൺ ഉണ്ട്, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട്. ഇതെന്താണെന്നറിയോ, നമ്മളെ ഗ്രീൻ കളറ് കടല. പക്ഷെ ഇവിടെ ഇത് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ഇതിൽ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ കിട്ടുക. നമ്മുടെ നാട്ടിലെ പോലത്തെ വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളതല്ല, കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇതാണ് ഞാൻ കുടിക്കാത്തത് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ സീഡൊക്കെ കാണുന്നുണ്ട്. എനിക്കിത് തുറന്നു തന്നു കേട്ടോ. നോക്കട്ടെ. അത് കുട്ടികൾക്ക് കൊടുക്കൂല അല്ലേ? അത് കൊടുക്കൂല. ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ കുട്ടികൾക്ക് ഇത് ടേസ്റ്റ് ഉണ്ട്. ഹാപ്പി ഫിക്സിന്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നൈറ്റ് ടൈമിൽ നമ്മൾ പാലക്കിൻ്റെ പ്യൂരി വെച്ചിട്ടുള്ള പൂരിയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കിയാലോ. ടൈം 8:30 ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പൂരി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡ്രിങ്ക് നമ്മള് ഗ്രീൻ കളറിലെ ഗ്രേപ്പിന്റെ ജ്യൂസ് ആണ് കേട്ടോ. ഇവർക്കൊക്കെ ഉറക്കം വന്ന് അതാണ് ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം കഴിച്ചിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് നമ്മളെ 24 hours ഗ്രീൻ കളറ് ഫുഡ്. അപ്പൊ നമ്മളെ ഉണ്ടാക്കിയ ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഫുഡിനെ